السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു നൽകുമാറാവട്ടെ. ഹബീബായ മുത്തുനബിയോടുള്ള മഹബത്തും ഇത്തിബാവും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടിയുള്ള മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമേനിയുടെ തിരുശരീരത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ലോകത്ത് ആർക്കും കൊടുക്കാത്ത സൗന്ദര്യം കൊടുത്തു എന്ന് പറഞ്ഞു. സൗന്ദര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് മാത്രം ആയാൽ സൗന്ദര്യം എന്ന് പറയാൻ പറ്റില്ല. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ സ്ഥിതിയിലാകുമ്പോഴാണ് സൗന്ദര്യം എന്ന് പറയാം. മുഖവും തലയും ശരീരമൊക്കെ ഭംഗിയുണ്ട്. പല്ല് മാത്രം വേറൊരു കോലത്തിലായ ഭംഗി ഉണ്ടാവില്ലല്ലോ. കണ്ണ് എല്ലാം കൊണ്ടും പൂർണ്ണമാണ്. പക്ഷെ കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചുണ്ടിന് കുഴപ്പമുണ്ടായാൽ പറ്റില്ല. മൂക്ക് കുറച്ച് പ്രശ്നമാണ്, ചെവിക്ക് പ്രശ്നമാണ്. എല്ലാം കൊണ്ടും ഭംഗിയുടെ അങ്ങേയറ്റത്തെ ഭംഗിയുണ്ട്. പക്ഷേ ഒരു വിരൽ ഇങ്ങനെ വളഞ്ഞുകൊണ്ടാണെങ്കിൽ അതിനും ഭംഗി ഉണ്ടാവില്ല. മൂക്ക് ശരീരത്തിൻ്റെ ഭംഗിയുടെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അപ്പോൾ ഓരോന്നും നമ്മുടെ ശരീരത്തിന് ഭംഗി കൊടുത്ത സാധനങ്ങൾ ഒരുപാട് നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ കാണാം. നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. മൂക്ക്, പുരികം, കവിള്, ചുണ്ട്, പല്ല്, നെറ്റി, മുടി, ഇതൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളാണ്. നമ്മളെ മലയാളികൾക്ക് ഇപ്പം അങ്ങനെ വലിയ സൗന്ദര്യബോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മൊത്തത്തിലൊരു കാഴ്ചപ്പാടേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ ഓരോരുത്തരുടേതും പ്രത്യേകമായ ഭംഗിയാണ്. ചുണ്ടാണെങ്കിലും പല്ലാണെങ്കിലും മൂക്കാണെങ്കിലും കണ്ണാണെങ്കിലും നെറ്റിയാണെങ്കിലും നെറ്റിത്തടമാണെങ്കിലും കവിളാണെങ്കിലും എല്ലാം സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഓരോരോ ഗുണങ്ങളതിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഹദീസ് നമ്മൾ നോക്കാം. ഹദ്ദസന സുഫിയാൻ ഇബ്നു വക്കീഅ് റളിയല്ലാഹു അൻഹു, കിതാബിലെ 8ാമത്തെ ഹദീസാണ്. حدثنا جميع بن عمر بن عبد الرحمن العجلي إملاء علينا من كتابه قال أخبرني رجل من بني تميم بلد أبي هالة زوج خديجة رضي الله عنه. ഖദീജ ബീവിൻ്റെ ആദ്യത്തെ ഭർത്താവായിരുന്നു അബൂഹാല എന്ന് പറയുന്നത്. ആ ഖദീജ ബീവിൻ്റെ ഒരു മകനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നബി ഖദീജ ബീവിനെ കല്യാണം കഴിച്ച ആളാണ് അബൂഹാല എന്ന് പറയുന്നത്. 2 വട്ടം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഖദീജ ബീവിൻ്റെ. നബി തങ്ങൾ 3ാമതായിട്ടാണ് കിട്ടുന്നത് 40ാമത്തെ വയസ്സിൽ. ആദ്യത്തെ വിവാഹത്തിൽ കുട്ടികളുണ്ട്. അപ്പോൾ അബൂഹാലൻ്റെ മകൻ, ഖദീജ ബീവിൻ്റെ മകൻ, റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടി ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബിൻ്റെ മകൻ, ഫാത്തിമ ബീവിൻ്റെ മകൻ ഹസൻ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാണ്. ഈ ഖദീജ ബീവിൻ്റെ മകൻ്റെ പേര് ഹിന്ദ് എന്നാണ്. ഹിന്ദ്. അബൂഹാലൻ്റെ മകൻ, ഖദീജ ബീവിൻ്റെ മകൻ, നബിൻ്റെ പറക്കാത്ത മകൻ എന്ന് പറയാം. ഖദീജ ബീവിയിലുള്ള വേറെ മകൻ. അദ്ദേഹം ഈ ശരീരമൊക്കെ നല്ലോണം വർണ്ണിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു. ഖദീജ ബീവിൻ്റെ ഈ മകൻ ഹിന്ദ് എന്നവർ. അപ്പോൾ ഹസൻ എന്നിവർ പറയാണ്, ഫാത്തിമ ബീവിൻ്റെ മകൻ ഹസൻ എന്നിവർ പറയാണ്, ഞാൻ എൻ്റെ അമ്മാവനോട് ചോദിച്ചു നബിൻ്റെ വിശേഷണത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖ്മൻ മുഫഖമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖ്മും മുഫഖമും ആയിരുന്നു. നേരത്തെ പറഞ്ഞ ഏകദേശം
ആദരിക്കപ്പെടുന്ന ആളായിരുന്നു. ഫഹ്മൻ മുഫഹമൻ എന്ന് പറഞ്ഞർത്ഥം. മഹത്വമുള്ള ആളായിരുന്നു, മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ വലിയ ബഹുമാനം കൽപ്പിക്കപ്പെടുന്ന ആളും ആയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ ആ നാട്ടിലൊരു കാർണോറാകുക എന്ന് പറഞ്ഞത്. ആ ആചാരെ കണ്ടാൽ തന്നെ പേടിയാവുമെന്ന് പറയും. എല്ലാവർക്കും ബഹുമാനം, അങ്ങനെ സ്വയം ബഹുമാനമുള്ളവരും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ആളായിരുന്നു. അതൊക്കെ നമ്മളെ സ്വഭാവ വിശേഷണങ്ങൾ കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും അഭിപ്രായ ശേഷി കൊണ്ടും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൊണ്ടുണ്ടായിത്തീരുന്ന സംഗതിയാണത്. നബി തങ്ങൾ അങ്ങനെയായിരുന്നു. സല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലല്ലാഹ്. യതലഉ വജൂഹു തലഉ അൽ ഖമരി ലൈലത്തുൽ ബദർ. 14-ാം രാവിൽ ചന്ദ്രൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുമായിരുന്നു. ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, ഈ ക്ലാസ് ഇങ്ങനെ കേട്ടിട്ട് നബിനെ ഇങ്ങനെ കാണാൻ പൂതിയാകുമായിരുന്നു. അങ്ങനത്തെ ഒരു സൗന്ദര്യമുള്ള ഒരാളെങ്ങനെ കാണാൻ വേണ്ടി ആഗ്രഹം വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നബിനെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്വല മിനൽ മർബൂഇ വ അഖ്സറ മിനൽ മുശദ്ദബി. നേരത്തെ പറഞ്ഞതുപോലെ അളീമൽ ഹാമതി, ഏറ്റവും ഭയങ്കര നീളവുമില്ല ചെറുതുമല്ല, ഒരിടത്തരം വലിപ്പം. പിന്നെ അളീമൽ ഹാബത്തി, നല്ല വലിയ തലയായിരുന്നു. ഈ കുറച്ചൊക്കെ ഭയങ്കരമായിട്ടല്ല, കുറച്ച് പറ്റ ചെറിയ കുറ്റിത്തല ആകാനായിട്ട് നല്ലത് കുറച്ചിങ്ങനെ വലിയ തലയാണ്. അത് ബുദ്ധിശക്തി മറ്റുമൊക്കെ അറിയിക്കുന്നു പറയുന്നുണ്ട്. റജുലൽ ഷായിരി, നല്ല മുടിയുള്ള ആളായിരുന്നു റജുലൽ ഷായിരി. പിന്നെ തലയിലൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു, നിറഞ്ഞ മുടിയായിരുന്നു. മുടി നമ്മളൊക്കെ ഇപ്പോൾ അയബായി കാണുന്നുണ്ട്, തലയിൽ തീരെ മുടിയിലൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ്. അത് ആണുങ്ങളും അങ്ങനെ തന്നെ, നല്ല നിറഞ്ഞ മുടി ഉണ്ടാകുക എന്നുള്ള സൗന്ദര്യമാണ്. ഇദം ഫറഖത്ത് അഖീഖത്തുഹു ഫറഖഹ വ ഇല്ലാ ഫലാ ഇജാബിദ ഷഅറുഹു ഷഹമത ഉദ്നൈ. രണ്ട് രീതിയിൽ നബി തങ്ങൾ മുടി, അറബികളൊക്കെ സാധാരണ ചെയ്തിരുന്നത് പോലെ മുടി ഇങ്ങനെ ഇട്ടിരുന്നു, ഇങ്ങനെ കവിളിലൂടെ ഇങ്ങനെ ഇറങ്ങുന്ന രീതിയിൽ. ചിലപ്പോൾ അപ്പോൾ രണ്ട് ഇതായിട്ട് ഇങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ എന്താവും ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നേരെ ബാക്കിലേക്ക് ഇടുകയാണെങ്കിൽ, ബാക്കോട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ സ്ത്രീകളൊക്കെ ഇടാറില്ലേ, എന്ന മാതിരി ഇടുകയാണെങ്കിൽ നബിൻ്റെ രണ്ട് ചെവിയുടെ ആ ഷഹ്മത്ത് എന്ന് പറയും. ഷഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആഭരണം ധരിക്കുന്ന ഇറച്ചി കഷ്ണമല്ലേ, എല്ലൊന്നുമില്ലാത്ത അങ്ങനെ ലൂസായിട്ടുള്ള സാധനം. കുട്ടികളൊക്കെ ഉസ്താദന്മാർ പിടിക്കുന്ന സ്ഥലമല്ലേ, അതിനേക്കാളും മുടി താഴോട്ട് പോകൂലായിരുന്നു. ഇദാഹുവ വഫറഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഫീർ എന്ന് പറയുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് രണ്ട് പൊളിയായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുക. അങ്ങനെ കിടക്കുകയാണെങ്കിൽ രണ്ട് പൊളിയായിട്ടാണ് ഉണ്ടാവുക. രണ്ട് പൊളിയായിട്ട് റസൂലുള്ളാഹി, രണ്ട് പൊളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടുകൂടെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിക്കൊണ്ടുള്ള രീതി ഉണ്ടല്ലോ, അങ്ങനെയും പുരുഷന്മാരും സ്ത്രീകളൊക്കെ ചെയ്യാറുണ്ടല്ലോ താഴോട്ട്. അപ്പോൾ മുഖത്തേക്കല്ല ഉണ്ടാവുക, കവിളിക്കാണ് വരിക. ഒന്നുകിൽ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ നേരെ ഇങ്ങനെ ഇങ്ങോട്ടുണ്ടാവും. അപ്പോൾ ബേക്കോട്ട്, ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ബേക്കോട്ട്, അങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നബി തങ്ങൾ അവസാനമായിട്ട് ചെയ്തിരുന്ന രീതി ഇങ്ങനെയാണ്. മുടി ഇങ്ങനെ വെച്ചിട്ട് ബേക്കോട്ട് വെച്ചിട്ട് ഈ ചെവിൻ്റെ ഈ മാംസം, ചെവി കുന്നിക്ക് പിടിക്കാറില്ലേ, അതിൻ്റെ അളവിൽ വെട്ടിക്കളയുക എന്നുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. മറ്റേത് ആദ്യത്തെ രീതിയിലാവുമ്പോൾ അത് ചുമലിലേക്കൊക്കെ തട്ടും, അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ താഴോട്ട് രണ്ട് പൊളിയാക്കിയിട്ട് ഇങ്ങനെ രണ്ട് പകുതിയാക്കിയിട്ട് മൂർദാവിൽ നിന്ന്. രണ്ട് രീതിയും അറബികൾക്കിടയിലുണ്ടായിരുന്നു. അസ്ഹർ അല്ലൗൻ, നല്ല വെളുത്ത കളറായിരുന്നു. വാസി അൽ ജബീൻ, കവിള് നല്ല വിശാലമായിരുന്നു. ഈ കവിള് നല്ല വിശാലമായ കവിളുണ്ടാവുക എന്നുള്ളതൊരു ഭംഗിൻ്റെ അടയാളമാണ്. അതിങ്ങനെ ഒറ്റ ചെറിയ കവിള് രസമല്ല. അതൊക്കെ അങ്ങനെ നോക്കേണ്ടി ഓരോരുത്തരത് ഇങ്ങനെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കവിള് നല്ല വിശാലമായത് വിശാലമാകാത്തതെന്നൊക്കെ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി. അസജൽ ഹവാജിബി, അതുപോലെ തന്നെ നബിയുടെ പുരിക ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്, നേരല്ലല്ലോ. മനുഷ്യൻ്റെ ഭംഗിക്ക് വേണ്ടി അള്ളാഹു തആല മുഖത്തിനനുസരിച്ച്, മുഖം ഏകദേശം റൗണ്ടാണല്ലോ, അതിനനുസരിച്ച് ചെറിയൊരു വില്ല് പോലെയാണ് ഇതും കൊടുക്കുക. നബിൻ്റെത് അങ്ങനെയായിരുന്നു.
ചില ആൾക്കാർക്ക് അത് ഉണ്ടാകുന്നല്ല, കാണാൻ തന്നെ ഉണ്ടാവില്ല. നബിക്ക് നല്ല ഉണ്ടായിരുന്നു. സവാബിഹ, അതിൽ ആ പുരികത്തിൽ നല്ല നിറഞ്ഞ മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഫിഗൈരി കറണി ബൈനവും, പക്ഷേ രണ്ട് പുരികങ്ങൾ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ചില ആൾക്കാരത് ഇങ്ങനെ കൂടി ഇങ്ങോട്ട് നിൽക്കും. രണ്ട് പുരികം, കണ്ണിൻ്റെ മുകളിലുള്ള ആ പുരികത്തിൻ്റെ മുടി പരസ്പരം ഇങ്ങോട്ട് കൂടി നിന്നിട്ട് ആ മൂക്കിൻ്റെ മുകൾ ഭാഗത്ത് പോലും നബിൻ്റെ അങ്ങനെയല്ല, അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. യുദിറുഹുൽ ഖലബു, നബിതങ്ങൾക്ക് ദേഷ്യമൊക്കെ പിടിക്കുമ്പോൾ അവിടെ ശരിക്കും ഇങ്ങോട്ട് വിയർപ്പ് ഇങ്ങോട്ട് പൊടിയും. അഖ്നൽ ഇർനീൻ, ഈ മൂക്കിൻ്റെ തലല്ലേ അതിങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നാൽ ഇങ്ങനെ കൂർത്ത് നിൽക്കല്ല അതാണ് അഖ്നൽ ഇർനീൻ. പല തഫ്സീറുകളുണ്ട്. ലഹു നൂറുൻ യാലൂഹു യഹ്സബുഹു മല്ലം യതഅമ്മൽഹു അഷമ്മ. ആ മൂക്കിൻ്റെ അവിടെ ഒരു ചെറിയൊരു പ്രകാശം ഇങ്ങനെ കാണുമായിരുന്നു. നൂറുൻ, ആ മൂക്കിൽ അവിടെ അതിൻ്റെ മുകളിലൊരു പ്രകാശം. യഹ്സബുഹു മല്ലം യതഅമ്മൽഹു അഷമ്മ. ശരിക്കും മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അഷമ്മാണെന്ന്, മൂക്കിങ്ങനെ കൂർത്തിങ്ങനെ പൊന്തി നിൽക്കുകയാണെന്ന്. പക്ഷേ കൂർത്ത് പൊന്തി നിൽക്കുകയല്ല, ഒരു പാകത്തിന്. മൂക്കൊക്കെ പല കോലത്തിൽ മനുഷ്യന്മാർക്ക് ഉണ്ടാവുമല്ലോ, അതിലേറ്റവും പൂർണ്ണമായ രൂപമാണ് ആ പറയുന്നത്. അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈത്തമി റഹിമഹുല്ലാ അഖ്നൽ ഐനൈൻ എന്ന് പറയുന്നതിന്, ഇർനീൻ എന്ന് പറഞ്ഞാൽ മൂക്ക് നീണ്ടിട്ടാണ്, എന്നാൽ ഒരൽപ്പം ഉയർന്നിട്ടുമാണ്, പറ്റ ഉയർന്നിട്ടും അല്ല. അതിനാണ് അശമ്മ് എന്ന് പറയാം. പറ്റങ്ങോട്ട് പൊന്തിയിട്ടല്ല, ഒരൽപ്പം ഇങ്ങനെ പരന്നുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. കസ്തുല്ലഹ്യത്തി, നല്ല തിങ്ങിയ താടി ഉണ്ടായിരുന്നു. താടി നല്ല നിറഞ്ഞ താടി, നിറച്ച് മുടിയുള്ള താടി. സഹിൽ അൽ ഖദ്ദൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കവിളുകൾ നല്ല ഒഴുകിയ കവിളായിരുന്നു. കവിള് സഹിൽ അൽ ഖദ്ദൈൻ, നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്നൊരു പദമാണ് സഹിലുൽ ഖദ്ദൈൻ. കവിളിങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കലല്ല എന്നർത്ഥം. കവിളി തുടിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് പൊന്തി നിന്നാൽ രസം ഉണ്ടാവില്ല. അതിങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്ന ഒരു കവിളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ നമ്മൾ വാസിഉൽ ജബീൻ എന്ന് പറഞ്ഞിരുന്നു അല്ലേ, ആ കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിനാ ജബീൻ എന്ന് പറയാം, കവിള് എന്നല്ല. അത് നല്ല വിശാലമായിരുന്നു. അത്യാവശ്യം അങ്ങനെ തടിച്ചിട്ട് നല്ല വിശാലത ഉണ്ടാവും കവിള്. ഈ നെറ്റിൻ്റെ രണ്ട് ഭാഗങ്ങൾ, കഴുത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ വാസി നല്ല വിശാലമായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വടി മാതിരി, ചെറിയൊരു വടി മാതിരി ആയാൽ കഴുത്തിന് ബലമില്ല എന്ന് വരും. അപ്പോൾ കഴുത്തൊക്കെ അത്യാവശ്യം നല്ല വിശാലമായ കഴുത്താകുമ്പോൾ രണ്ട് രസമുണ്ടാവും. സഹിലുൽ ഖദ്ദീൻ ദലീഉൽ ഫമി സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല വിശാലമായ വായായിരുന്നു. ചില ആൾക്കാരുടെ വായ പറ്റ ചെറുതായിരിക്കും, അത് കാണാൻ രസം ഉണ്ടാവില്ല. നല്ല വലുപ്പമുള്ള വിശാലമായ വായ് എന്ന് പറയുന്ന ഒരാളുടെ സാഹിത്യശേഷിയെ സൂചിപ്പിക്കുന്നു പറയുന്നുണ്ട്. മുഫ്ലജുൽ അസ്നാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പല്ലുകൾക്കിടയിൽ ചെറിയ ഒരു വിടവുണ്ടായിരുന്നു. ചെറിയൊരു വിടവ്, അത് വല്ലാത്തൊരു ഭംഗി കാണിക്കുന്നതാണ്. ദഖീഖൽ മസ്റുബത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കഅന്ന ഉനുഖഹു ജീദു ദുംയത്തിൻ ഫി സഫാഇൽ ഫില്ലത്തി. നമ്മൾ പറഞ്ഞ സമയം പെട്ടെന്ന് തീർന്നു പോകണമല്ലോ. അത് പാഠം അങ്ങനത്തെ പാഠമായതുകൊണ്ടാട്ടോ. നമ്മുടെ നബിൻ്റെ അഖ്ലാഖ് സ്വഭാവങ്ങളിലേക്ക് പോകുമ്പം ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്ത് ജീദു ദുംയത്തിൻ, സൂറത്ത് മുസവ്വറത്ത് മിൻ ആജിൻ, ഒരു എന്താ പറയുക, ആനൻ്റെ കൊമ്പൊക്കെ പോലെ വെളുത്ത കഴുത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ജീദ് ദുംയത്ത്, നല്ല
നല്ല ഷൈപ്പൊക്കെ കൊടുത്തിട്ട് അലങ്കരിക്കപ്പെട്ട കൊമ്പ്. അതിനാണ് ആ രീതിയിൽ ആനൻ്റെ കൊമ്പ് കണ്ടിട്ടില്ല നിങ്ങൾ? അവിടുത്തെ നല്ല തട്ടിച്ചിട്ടുള്ള നല്ല ഒഴുകുന്ന രീതിയിലുള്ള ആ സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത്. നല്ല വെളുത്തിട്ട് ആനൻ്റെ കൊമ്പ് നല്ല വെളുപ്പായിരിക്കുമല്ലോ. ഫി സൊഫായിൽ ഫില്ലത്തി ഇതിൽ ഈ വെള്ളിയുടെ ആ തിളക്കമുള്ള ആ രീതിയിലായിരുന്നു. മുഅ്തദിൽ ഖൽഖ്, എല്ലാം ഒരു പാകമുള്ള സൃഷ്ടിപ്പായിരുന്നു. ബാദിനുൻ, ശരീരം മാംസളമാണ്, പക്ഷെ മുത്തമാസിക്കും ശക്തമാണ്. ചില ആൾക്കാരതൊക്കെ ഉണ്ടാവും, തടിയൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാം ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടേക്കാറുണ്ടാകും, മസിലൊക്കെ ഇങ്ങനെ വീണുകൊണ്ടായിരിക്കും. നബിൻ്റെ ശരീരത്തിലെ ഒരവയവം ഇങ്ങനെ വീണ് ഇങ്ങനെ കുഴഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ നബി തങ്ങൾ മസിലൊക്കെ ഉണ്ട്, ഈ മസിൽ ചിലതിങ്ങനെ കുഴഞ്ഞ് വീണിങ്ങനെ കിടക്കുന്നുണ്ടാവുമല്ലോ. നബിൻ്റെ അങ്ങനെയല്ല, നല്ല പവറിലുള്ള മുത്തമാസിക്ക, നല്ല പവറുള്ള, എല്ലാം ഇങ്ങനെ ശരീരം ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്ന, പരസ്പരം കൂടിച്ചേർന്ന് ബലം പിടിച്ച് നിൽക്കുന്ന ഒന്നായിരുന്നു. ഇത് നബി തങ്ങൾ വഫാത്താകുന്നവരെയുള്ള ഒരവസ്ഥയെ പറയുന്നത്. ഇപ്പോൾ വയസ്സന്മാരൊക്കെ ആകുമ്പോൾ ഓരോ കാലിൻ്റെ മസിലും ഇതൊക്കെ ഇങ്ങനെ ലൂസാവൂലേ? അങ്ങനെ ലൂസില്ല, മുത്തമാസിക്കാണ്. പരസ്പരം നല്ല ബലത്തിൽ പരസ്പരം ചേർന്ന് പിടിച്ച് നിൽക്കുന്നതാണ്. സവാഉൻ അൽ ബത്തുനു വസ്സദുറു, നെഞ്ചും വയറും ഒക്കെ തുല്യമാണ്. അങ്ങനെ ചാടിയ വയറായിരുന്നില്ല, നെഞ്ച് പോലെ നേരെയുള്ള വയറ്. 63 വയസ്സാകുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. അപ്പോൾ വയറും നെഞ്ചൊക്കെ തുല്യമായിരുന്നു. അരിയലു സദർ, നല്ല വീതിയുള്ള നെഞ്ചായിരുന്നു. ബഈദു മാ ബൈനൽ മൻകിബൈൻ, അതിൻ്റെ വേറെ വിശദീകരണം, 2 ചുമലുകൾക്കിടയിൽ നല്ല അകലുണ്ടായിരുന്നു, ചുമലുകൾക്കിടയിൽ നല്ല വീതി ഉണ്ടായിരുന്നു. ലഹ്മുൽ ഖറാദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖറാദീസുകളൊക്കെ, അതായത് നമ്മളെ എല്ലുകളുടെ സംഗമ സ്ഥലങ്ങളുണ്ടല്ലോ, അതിനൊക്കെ നല്ല തടിയായിരുന്നു. അത് ആരോഗ്യത്തിന് വല്ല അറിയിക്കുന്നതാണ്. എത്ര ഭാരമുള്ള സാധനം എടുക്കാൻ കഴിയും? ഈ ജോയിൻറ്റുകളില്ലേ, ഈ ജോയിൻറ്റുകൾക്ക് നല്ല വണ്ണം ഉണ്ടാകുമ്പോൾ. അൻവറുൽ മുത്തജദ്ദിദി മൗസൂലു മാ ബൈനൽ ലബ്ബത്തി വസ്സുറത്തി ബശൈരിൻ, തങ്ങൾ വസ്ത്രമില്ലാത്ത സമയത്ത് ഇങ്ങനെ ശരീരത്തിലേക്ക് നോക്കിയാൽ വല്ലാത്തൊരു വെളിച്ചം ഇങ്ങനെ തോന്നും. ഇതിൻ്റെ ശരീരം, എല്ലാവരും കുപ്പായം കഴിച്ചിട്ട് രസം ഉണ്ടാവില്ലല്ലോ. പുരുഷന്മാർ കുപ്പായം കഴിച്ചിട്ടാലുണ്ടെങ്കിൽ ചില ആൾക്കാരെ ശരീരം കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയായിരിക്കും. അതാണ് അൻവറുൽ മുത്തജദ്ദിദ്. മൗസൂലു മാ ബൈനൽ ലുബ്ബത്തി വസ്സുറത്തി ബിശൈരിൻ, പിന്നെ നെഞ്ചിൻ്റെ അവിടെ ചെറിയൊരു കുഴി ഉണ്ടാവില്ലേ, നമ്മളടക്കം നെഞ്ചിൻ്റെ ലാസ്റ്റ് ഭാഗത്തൊരു കുഴി ഉണ്ടാവില്ലേ, ഒരു ചെറിയൊരു കുഴി. ആ കുഴീൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ ഒരു ചെറിയ ഒരു രോമം, ഇങ്ങനെ ഒരു രോമത്തിൻ്റെ ഒരു വര ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലർക്ക് ഉണ്ടാകും, അത് ഭംഗിയാണ്. യജ്രി കൽ ഹത്തി, അതിങ്ങനെ ഒരു വര പോലെ ഇങ്ങനെ നബിയുടെ നെഞ്ചിൻ്റെ ആ ഇതിൽ നിന്ന് അങ്ങോട്ട് പോകും. ആര്യസ്തദിയൈനി, അതേ സമയത്ത് നബി തങ്ങളുടെ ആ സ്തനത്തിൽ മുലയിൽ എന്തുണ്ടായിരുന്നില്ല, രോമം ഉണ്ടായിരുന്നില്ല. വൽ ബത്നി, പള്ളമലും രോമമുണ്ട്. ചില ആൾക്കാരെ പള്ളമലൊക്കെ നിറച്ച് രോമമായിരിക്കും, അതില്ല. പൊക്കിൾ മുതൽ ആ നെഞ്ചിൻ്റെ അതുവരെ ഒരു ചെറിയൊരു വര. മിമാസിബാധാരിക്ക്, ബാക്കിയുള്ളിടത്തൊന്നുമില്ല. കക്ഷത്തിലൊന്നും രോമം ഉണ്ടായിരുന്നില്ല, കക്ഷത്തിലോ മറ്റെവിടെയും. ചില ആൾക്കാർക്ക് കയ്യുമലുണ്ടാകും, ചിലത് തോളിലുണ്ടാകും, അങ്ങനെ പലയിടത്തും ഉണ്ടാകും. പുറത്തൊക്കെ ഉണ്ടാകും ചില ആൾക്കാർക്ക് ഭയങ്കര രോമം. നബി തങ്ങൾക്ക് അതില്ല, മറ്റൊക്കെ നല്ല ഭംഗിയുള്ള ശരീരം. അഷ്ആറു ദിറാഇൻ, അതേ സമയത്ത് എന്തുണ്ട്, കയ്യുമൽ രോമം ഉണ്ടാകുക എന്നുള്ളത് ശരിയാണല്ലോ. അഷ്ആറു ദിറാഇൻ, ഇതിനാണ് നമ്മൾ ദിറാ എന്ന് പറയുന്നത്. മുഴങ്കയ്യിൽ നല്ല രോമമുണ്ട്, അത് ആരോഗ്യത്തിൻ്റെ അടയാളം. വൽ മങ്കിബൈനി, 2 ചുമലിലും. ആലിസതി, നെഞ്ചിൻ്റെ മുകൾ ഭാഗത്തും. എല്ലായിടത്തും പിന്നെ പെണ്ണുങ്ങളെ മാതിരിയാവുമല്ലോ, കക്ഷത്തിലുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ സ്ഥലത്താണ് രോമം. അഷ്ആറു ദിറാഇനി വൽ മങ്കിബൈനി വ ആലിസദർ, 2 മുഴങ്കയ്യിൽ രോമം, അത് ആണുങ്ങളുടെ ഒരു പൗരുഷത്തിൻ്റെ അടയാളം. വൽ മങ്കിബൈനി, ഇവിടെയും രോമം ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ഉള്ളവരില്ലാത്തവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വാലിസ്വദർ, നെഞ്ചിൻ്റെ മുകൾ ഭാഗത്ത് എന്തുണ്ടായിരുന്നു, രോമം ഉണ്ടായിരുന്നു. ത്വവീലു സന്ദൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സന്ദൈൻ, സന്ത് എന്ന് പറഞ്ഞാൽ മുഴങ്കൈ മുതൽ 2 ഇതിൻ്റെ തുറഫിനാണ് പറയാം. ഇവിടെ അളമു സാഇദൈൻ എന്നും പറയാം. അവിടെയും എന്തുണ്ടായിരുന്നു,
നല്ല നീണ്ട സന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പിന്നെ പറയാം, ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരപ്പോൾ മുടിയില്ലാത്ത സ്ഥലമല്ലേ, ആ സ്ഥലം കുറച്ച് നീണ്ടിട്ടായിരുന്നു. സന്ത് എന്ന വാക്കിന് അതാണ് അർത്ഥം. പല അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. കുറേയൊക്കെ ഈ വർണ്ണിക്കുന്ന ആളുകൾക്ക് കിട്ടുള്ളൂ. ഇബ്നു ഹൈതമി റഹിമഹുല്ലാഹ് കൊടുത്ത തഫ്സീർ, അതിന് ത്വബീലു സന്തൈന് അളീമു ജിറായിന്, മുഴങ്കൈ നല്ല തടിച്ചിട്ടായിരുന്നു. 2 മുഴങ്കൈ നല്ല തടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല തടിയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ തീരെ വണ്ണില്ലല്ലോ. നല്ല തടിച്ച മുഴങ്കൈ എന്നുള്ളത് ശക്തമായ ആയുധമൊക്കെ പ്രയോഗിക്കാനും ഒരാൾ അടിക്കാനൊക്കെ പവർ കിട്ടണമെങ്കിൽ അത് വേണം. അപ്പോൾ ആരോഗ്യം ഉണ്ട് എന്നർത്ഥം. നിങ്ങൾ കണ്ടില്ലേ ഓരോരുത്തർ ഈ ബോഡി ഷേപ്പിങ്ങിനൊക്കെ പോണ്, എന്നിട്ട് ഇങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുരുഷന്മാർ എന്തായാലും പറയില്ല, ഗുസ്തിയൊക്കെ നടത്തുന്ന ആൾക്കാർ ഓരോ ശരീരത്തേക്ക് കുറച്ചൊക്കെ നോക്കാം. പിന്നെ റഹ്ബുർ റാഹത്തി, നബിൻ്റെ കൈ നല്ല വിശാലമായ കൈയായിരുന്നു. റാഹത്ത് എന്ന് പറഞ്ഞാൽ ഇതിനാ പറയാം, ഈ വിരലല്ലാത്ത ഉള്ളം കയ്യിനാ പറയാം. അത് നല്ല വിശാലമായ, ഒരു സാധനം എടുക്കാനും കൊടുക്കാനൊക്കെ സാറായിരിക്കും. ഷഇനുൽ കഫൈനി വൽ ഖദമൈൻ, അതുപോലെ തന്നെ സായിലുൽ അത്റാഫ് റഹ്ബുർ റാഹത്തി ഷഇനുൽ കഫൈനി വൽ ഖദമൈൻ, നേരത്തെ പറഞ്ഞതാണ്. നബിൻ്റെ വിരലുകളൊക്കെ ഒരു ഒത്ത വലുപ്പമായിരുന്നു. ഒരുപാട് നീണ്ട വിരലുണ്ടാവും. ചില ആൾക്കാർക്ക് ആൾ ചെറുതേക്കായിരുന്നു, വിരൽ ഭയങ്കര നീളമുണ്ടാവും. ചിലപ്പോൾ ആൾ ഭയങ്കര വലുപ്പമുണ്ടാവും, വിരൽ ഒറ്റ ചെറുതായിരിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എന്തായിരുന്നു, ഒരു ഒത്ത വലിപ്പം ആയിരുന്നു. പിന്നെന്താ അടുത്തത്? ഖുമുസാനുൽ അഖ്മസൈൻ മസീഹുൽ ഖദമൈൻ യംബു അൻഹുമൽ മാഉ ഇദാ സാല ഖൽഅൻ യഖ്തുത കഫിയൻ വയംശി ഹൗനൻ സരീഉൽ മിസിയത്തി. ഇത് നമ്മളിപ്പോൾ തീരുന്നില്ല, ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായാലും പ്രദാനം ചെയ്യട്ടെ. ഹബീബായ മുത്ത് നബിയോടുള്ള മഹബ്ബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.